ടെൻസിന്റെ അഞ്ചാമത്തെ ക്ലാസ് ആണ് നമ്മൾ ഇന്ന് കാണുന്നത്. 4 ടെൻസും കൂടെ ചേർന്ന് വരുന്ന അതിന്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. മേരി ആൻഡ് ഹർ ഫ്രണ്ട് ഡാഷ് ഫോർ 10 മിനിറ്റ്സ്. ഇവിടെ ഏതെങ്കിലും തരത്തിലുള്ള സൂചന വന്നിട്ടുണ്ടോ എന്നുള്ളതാണ് നോക്കേണ്ടത്. 4+ ടൈം വന്നിട്ടുണ്ട്. 4+ ടൈം വന്നു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് കൊടുക്കാം. അതുപോലെ തന്നെ പ്രസന്റ് പെർഫെക്റ്റും വേണമെങ്കിൽ കൊടുക്കാം. തന്നിരിക്കുന്ന ഓപ്ഷൻസ് നോക്കി ആൻസർ ചെയ്യുക. ഈസ് ഗോസിപ്പിംഗ്. ഗോസിപ്പിംഗ് എന്ന് വെച്ചാൽ പരദൂഷണം പറയുക. ഇപ്പോൾ ഈസ് ഗോസിപ്പിംഗ് എന്നുള്ളതാണ്. അപ്പോൾ പ്രസന്റ് കണ്ടിന്യൂസ് വരത്തില്ല. ഹാസ് ബീൻ ഗോസിപ്പിംഗ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. ആർ ഗോസിപ്പിംഗ് പ്രസന്റ് കണ്ടിന്യൂസ് ആണ്, വരത്തില്ല. ഹൗ ബീൻ ഗോസിപ്പിംഗ് എന്നുള്ളത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. അപ്പോൾ ഇവിടെ 2 പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് വന്നിട്ടുണ്ട്. ഹാസ് ബീൻ ഗോസിപ്പിംഗും ഉണ്ട്, ഹൗ ബീൻ ഗോസിപ്പിംഗും ഉണ്ട്. ഇവിടുത്തെ സബ്ജക്ട് നോക്കൂ, മേരി ആൻഡ് ഹർ ഫ്രണ്ട് ആണ്. അപ്പോൾ ഇവിടുത്തെ സബ്ജക്ട് എന്ന് പറയുന്നത് 2 പേരൂടെ വന്നിരിക്കുന്ന പ്ലൂറലാണ്. പ്ലൂറൽ വരുമ്പോൾ ഹാസ് എന്ന് പറയുന്നത് സിംഗുലർ വരത്തില്ല. അപ്പോൾ ഇതല്ല ആൻസർ. ആൻസർ വരുന്നത് ഹൗ ബീൻ ഗോസിപ്പ്. Then the Prime Minister dash tomorrow to inaugurate the function. എന്തെങ്കിലും സൂചന ഉണ്ടോ എന്ന് നോക്കുക. സൂചന വന്നിട്ടുണ്ട് ടുമോറോ. ടുമോറോ വരുന്നത് എവിടെയാണ്? സിമ്പിൾ ഫ്യൂച്ചറിലൊക്കെ കൊടുക്കാം. അപ്പോൾ ഫ്യൂച്ചർ ആണ്. പ്രൈം മിനിസ്റ്റർ എത്തിച്ചേരും എന്നാണ് പറയുന്നത്. നാളെ എത്തിച്ചേരും. എന്തിനു വേണ്ടിയിട്ടാണ്? ടു ഇനാഗുറേറ്റ് ദ ഫംഗ്ഷൻ. ഫംഗ്ഷൻ ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി നാളെ പ്രധാനമന്ത്രി എത്തിച്ചേരും എന്ന് പറയണം. അപ്പോൾ വില്ല് അല്ലെങ്കിൽ ഷാലുള്ള ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കണം. ഇതിനകത്ത് അങ്ങനെയുള്ളത് വന്നിട്ടില്ല. ഇല്ല എങ്കിൽ നമ്മൾ പറഞ്ഞു പ്രീ പ്ലാൻഡ് ഫ്യൂച്ചർ ആക്ഷനെ കാണിക്കാൻ മറ്റ് 2 ടെൻസുകൾ കൊടുക്കാമെന്ന് പറഞ്ഞു. സിമ്പിൾ പ്രസന്റും കൊടുക്കാം, പ്രസന്റ് കണ്ടിന്യൂസും കൊടുക്കാം. അപ്പോൾ അതിൽ ഏതെങ്കിലും വന്നിട്ടുണ്ടോ നോക്കുക. അറൈവ് എന്നുള്ള സിമ്പിൾ പ്രസന്റ് വന്നിട്ടുണ്ട്, അറൈവ്സ് എന്നുള്ള സിമ്പിൾ പ്രസന്റ് വന്നിട്ടുണ്ട്. രണ്ടും സാധ്യത നമുക്ക് നോക്കാം. അറൈവ്ഡ് സിമ്പിൾ പാസ്റ്റ് വരത്തില്ല, ഹാഡ് അറൈവ്ഡ് പാസ്റ്റ് പെർഫെക്റ്റ് അതും വരത്തില്ല. അപ്പോൾ ഇവിടെ അറൈവും ഉണ്ട്, അറൈവ്സും ഉണ്ട്. പ്രൈം മിനിസ്റ്റർ എന്നുള്ളത് സിംഗുലർ ആയതുകൊണ്ട് അറൈവ് വരത്തില്ല, അറൈവ്സ് എന്നുള്ളതാണ് വരിക. അടുത്ത മീര യൂഷ്വലി ഡാഷ് ദ ചർച്ച് ടോയ്സ് ഇൻ എ മന്ത്. ഏതെങ്കിലും ടൈം വേർഡ് വന്നിട്ടുണ്ടോ നോക്കുക. യൂഷ്വലി എന്നുള്ള വാക്ക് വന്നിട്ടുണ്ട്. യൂഷ്വലി വരുന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ് എന്ന് നമ്മൾ കണ്ടു. വിസിറ്റഡ് സിമ്പിൾ പാസ്റ്റ് വരത്തില്ല, ഹാഡ് വിസിറ്റഡ് പാസ്റ്റ് പെർഫെക്റ്റ് വരത്തില്ല. വിസിറ്റ് എന്നുള്ളത് സിമ്പിൾ പ്രസന്റ് ആണ്, വന്നേക്കാം. വിസിറ്റ്സും സിമ്പിൾ പ്രസന്റ് ആണ്, വന്നേക്കാം. ഇവിടുത്തെ സബ്ജക്റ്റ് മീര സിംഗുലർ ആയതുകൊണ്ട് വിസിറ്റ് എന്ന് പറയുന്ന പ്ലൂറൽ വരത്തില്ല. ആൻസർ വിസിറ്റ്സ്. ഇറ്റ് ഡാഷ് സിൻസ് 6 o'clock ദിസ് മോർണിംഗ്. ഏതെങ്കിലും വേർഡ് വന്നിട്ടുണ്ടോ എന്നുള്ളത് നോക്കുക. സിൻസ് ആണ്, സിൻസ് പ്ലസ് ടൈം വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വരുന്നത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് കൊടുക്കാം. ഈസ് റെയിനിങ് എന്നുള്ളത് പ്രസന്റ് കണ്ടിന്യൂസ് ആണ്, വരത്തില്ല. ഹാസ് ബീൻ റെയിനിങ് എന്നുള്ളത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് വരാം. ഹാഡ് ബീൻ റെയിനിങ് പഠിക്കാനിരിക്കുന്നതാണ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഇവിടെ തൽക്കാലം നമുക്ക് വേണ്ട. ഹൗ ബീൻ റെയിനിങ് എന്നുള്ളത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ് വരാം. ഇവിടുത്തെ സബ്ജക്റ്റ് ഇറ്റ് എന്ന് പറയുന്നത് സിംഗുലർ ആണ്, അതിന്റെ കൂടെ ഹാവ് വരത്തില്ല. അപ്പോൾ ഹാസ് ആണ്. അപ്പോൾ ആൻസർ വരുന്നത് ഇറ്റ് ഹാസ് ബീൻ റെയിനിങ് സിൻസ് 6 o'clock ദിസ് മോർണിംഗ്. വി ഡാഷ് ഈച്ച് അതർ ഫോർ 5 years. 4+ ടൈം വന്നിട്ടുണ്ട്. 4+ ടൈം വന്നു കഴിഞ്ഞാൽ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് കൊടുക്കാം, അല്ലെങ്കിൽ പ്രസന്റ് പെർഫെക്റ്റ് കൊടുക്കാം. ഈ 2 ടെൻസുകൾ നമ്മൾ പഠിച്ചു. അപ്പോൾ ഇവിടെ ന്യൂ സിമ്പിൾ പാസ്റ്റ് ആണ്, വരത്തില്ല. നോ സിമ്പിൾ പ്രസന്റ് ആണ്, നോസ് സിമ്പിൾ പ്രസന്റ് ആണ്. ഹാവ് നോൺ എന്നുള്ളത് പ്രസന്റ് പെർഫെക്റ്റ് ആണ് വരാം. ഹൗ ലോങ് ഡാഷ് ഹിയർ. ഹൗ ലോങ് എന്ന് പറയുന്ന വേർഡ് വന്നിട്ടുണ്ട്. ഹൗ ലോങ് വരുന്നത് എവിടെയാണ് വരുന്നത്? പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലെ ക്വസ്റ്റ്യനിലാണ് വരുന്നത് എന്ന് പറഞ്ഞു. ഹാവ് യു വെയിറ്റ്, അത് ഒരു കറക്റ്റ് ടെൻസ് ഒന്നുമല്ല. ഹാവ് യു വെയിറ്റ് കംപ്ലീറ്റ് അല്ല. ഹാവ് യു വെയിറ്റ് പക്ഷേ ടെൻസ് ആണ്, പ്രസന്റ് പെർഫെക്റ്റ് ആണ്, അത് ഇവിടെ വരുന്നില്ല. യു ആർ വെയിറ്റിംഗ് പ്രസന്റ് കണ്ടിന്യൂസ് വരുന്നില്ല. ഹാവ് യു ബീൻ വെയിറ്റിംഗ്. ഇവിടെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് ഹാവ് എന്ന് പറയുന്നത് ഓക്സിലറി വെർബ് യു എന്ന് പറയുന്ന സബ്ജക്റ്റിന് മുമ്പേ വന്നത്. അല്ലെങ്കിൽ നമ്മൾ എഴുതുന്നത് ഇങ്ങനെയാണ്. സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ യു ഹാവ് ബീൻ വെയിറ്റിംഗ് എന്നാണ് കൊടുക്കാറുള്ളത്. അപ്പോൾ ഇത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. പ്രസന്റ് പെർഫെക്റ്റിലെ ക്വസ്റ്റ്യൻ ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ഹൗ ലോങ് ഹാവ് യു ബീൻ വെയിറ്റിംഗ് ഹിയർ. അടുത്ത് നോക്കൂ. നോബഡി ഡാഷ് പെർമിറ്റഡ് ടു എൻ്റർ ദ തിയേറ്റർ സോഫാർ. ഏതെങ്കിലും സൂചന ഉണ്ടോ നോക്കുക. സൂചന വന്നിട്ടുണ്ട്, സോഫാർ വന്നിട്ടുണ്ട്. സോഫാർ വന്നു കഴിഞ്ഞാൽ കൊടുക്കേണ്ടത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ ആർ എന്ന് പറയുന്നത് സിമ്പിൾ പ്രസന്റിൽ വരുന്ന കൊടുക്കത്തില്ല. സിമ്പിൾ പാസ്റ്റിൽ വരുന്നതാണ് വേർ എന്ന് പറയുന്നത്. ഹൗ ബീൻ പ്രസന്റ് പെർഫെക്റ്റ് ആണ്, ഹാസ് ബീനും പ്രസന്റ് പെർഫെക്റ്റ് ആണ്. ഇതെങ്ങനെയാണ് ഫോം ചെയ്യുന്നത് നമ്മൾ കൊടുത്തിരുന്നു. ബി എന്നുള്ളതിന്റെ പ്രസന്റിലെ ഫോമാണ് ആം, ഈസ്, ആറ്. ഇതിന്റെ പാസ്റ്റിലെ ഫോമാണ് വാസ്, വേർ. അതിന്റെ V3 ഫോമാണ് ബീൻ എന്നുള്ളത്. അപ്പോൾ നമുക്ക് V3 കിട്ടിയിട്ടുണ്ട്. പിന്നെ ഹാവ് അല്ലെങ്കിൽ ഹാസ് കൂടെ വന്നു കഴിഞ്ഞാൽ എന്താകും?
അത് പ്രസന്റ് പെർഫെക്റ്റ് ആകും. ഇവിടെ ഹാസ് ബീൻ വന്നിട്ടുണ്ട്, ഹാവ് ബീൻ വന്നു. നോബഡി എന്ന് പറയുന്നത് ഇൻഡെഫിനിറ്റ് പ്രോനൗൺ ആയ സംബഡി, സംവൺ, സംബഡി, എവരിവൺ, എവരിബഡി, എനിവൺ, എനിബഡി, നോവൺ, നോബഡി, നണ്ണ്, എവരി എന്നിവ വന്നു കഴിഞ്ഞാൽ അവയ്ക്ക് ശേഷം വരുന്ന വെർബ് സിംഗുലർ ആയിരിക്കണം. അപ്പോ ഇവിടെ വരുന്നത് സിംഗുലറെ കൊടുക്കത്തുള്ളൂ, ഹാവ് പ്ലൂറലാണ്, വരത്തില്ല. അപ്പൊ നോബഡി ഹാസ് ബീൻ പെർമിറ്റഡ്. ഇവിടെ പെർമിറ്റിംഗ് പറയുന്നത് എന്തുകൊണ്ടാണ്? ഇവിടെ പ്രസന്റ് പെർഫെക്റ്റിലുള്ള പാസീവ് വോയിസ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ശ്യാം കനോട്ട് കം ഔട്ട് ടു പ്ലേ ജസ്റ്റ് നൗ ആസ് ഹി ഡാഷ് ഹിസ് ഹോംവർക്ക്. ജസ്റ്റ് നൗ, ഇപ്പോ വരാൻ കഴിയില്ല എന്നുള്ളതാണ്. പ്ലേ ജസ്റ്റ് നൗ, ജസ്റ്റ് നൗ ആണ്. അപ്പൊ എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇപ്പൊ പുറത്തേക്ക് വരാൻ കഴിയില്ല, എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് വരണം. വാസ് ഡൂയിങ് പാസ്റ്റ് കണ്ടിന്യൂസ് വരത്തില്ല, വേർ ഡൂയിങ് പാസ്റ്റ് കണ്ടിന്യൂസ് വരത്തില്ല, ഈസ് ഡൂയിങ് പ്രസന്റ് കണ്ടിന്യൂസ് വരാം, ഹാഡ് ബീൻ ഡൂയിങ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് വരത്തില്ല. അപ്പൊ ഇതാണ് ആസ് ഹി ഈസ് ഡൂയിങ് ഹിസ് ഹോംവർക്ക്. ഇപ്പൊ പുറത്തേക്ക് വരാൻ കഴിയില്ല ബിക്കോസ് ഹി ഈസ് ഡൂയിങ് ഹിസ് ഹോംവർക്ക് എന്നുള്ള ആൻസർ. മിസ്റ്റർ വർമ്മ ഡാഷ് ഇൽ ഫോർ 2 weeks, ഹി ഈസ് സ്റ്റിൽ ഇൻ ഹോസ്പിറ്റൽ. നമുക്ക് ഏതെങ്കിലും ടൈം വേർഡ് വന്നിട്ടുണ്ടോ എന്നുള്ളതാണ് നോക്കേണ്ടത്. ഫോർ വന്നിട്ടുണ്ട്, 4+ ടൈം വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് വരേണ്ടത് ഏതാണ്? പ്രസന്റ് പെർഫെക്റ്റ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസുകൾ കൊടുക്കാം. ഈസ് വരത്തില്ല, വിൽ ബി വരത്തില്ല, വാസ് വരത്തില്ല, ഹാസ് ബീൻ. മിസ്റ്റർ വർമ്മ വന്നിരിക്കുന്നത് ഹാസ് ബീൻ ഇൽ ഫോർ 2 weeks എന്നുള്ള അർത്ഥം വരുന്ന ഹാസ് ബീൻ ആണ് ആൻസർ വരും. ഹി ഡാഷ് ടു മാർക്കറ്റ് ഡെയിലി. സൂചന എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്നുള്ളത് നോക്കുക. ഡെയിലി എന്നുള്ളത് വന്നിട്ടുണ്ട്. ഡെയിലി വരുന്നത് സിമ്പിൾ പ്രസന്റിലാണ്, ഗോ സിമ്പിൾ പ്രസന്റിലാണ്, ഹാഡ് ഗോൺ പാസ്റ്റ് പെർഫെക്റ്റ്, ഗോസ് സിമ്പിൾ പ്രസന്റ്, ഹാസ് ഗോൺ പ്രസന്റ് പെർഫെക്റ്റ്. അപ്പോ നമുക്ക് ഇതിനകത്ത് സിമ്പിൾ പ്രസന്റ് വന്നിരിക്കുന്ന ഗോയും ഉണ്ട്, ഗോസ് ഉണ്ട്. ഇതിൽ നിന്നൊന്ന് സെലക്ട് ചെയ്യണം. ഹി എന്ന് പറയുന്ന സബ്ജക്ട് സിംഗുലർ ആയതുകൊണ്ട് ഗോ വരത്തില്ല, ഗോസ് എന്നുള്ളതാണ്. ഡോണ്ട് ഡിസ്റ്റർബ് മീ ഐ ഡാഷ്. ഇവിടെ ഈ സൂചന തന്നിട്ടില്ലായിരുന്നെങ്കിൽ, വേറെ ടൈം വേർഡ് ഒന്നുമല്ല വന്നിരിക്കുന്നത്, ഇത് വന്നിട്ടില്ലായിരുന്നുവെങ്കിൽ ഐ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ എഴുതാൻ. ഐ ഹാവ് ബീൻ റീഡിങ്, ഐ വാസ് റീഡിങ്, വ്യത്യസ്തമായ ടെൻസ് ആണെന്നുള്ളതേ ഉള്ളൂ. ഐ വിൽ ബി റീഡിങ്, ഐ ആം റീഡിങ്. അപ്പോൾ നമുക്ക് ഈ 4 ഓപ്ഷൻസും ആൻസർ ആയിട്ട് ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളെങ്കിൽ നമുക്ക് ഏതും ചേർത്ത് എഴുതാം. പക്ഷേ ഇവിടെ ഇതാണ് സൂചന, ഡോണ്ട് ഡിസ്റ്റർബ് മീ. പ്രസന്റിലാണ് കൊടുത്തിരിക്കുന്നത്. അത് ഇമ്പരേറ്റീവ് സെന്റൻസ് ആണ്. ഡോണ്ട് ഡിസ്റ്റർബ് മീ, എന്നെ ശല്യം ചെയ്യരുത്, ഞാൻ ഇപ്പോൾ എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നവിടെ പ്രസന്റ് വന്നിരിക്കുന്നത് കൊണ്ട് ഇപ്പുറത്ത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് തന്നെ കൊടുക്കണം. അപ്പോൾ ഹാവ് ബീൻ റീഡിംഗ് എന്നുള്ളത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് വരത്തില്ല, വാസ് റീഡിംഗ് എന്നുള്ളത് പാസ്റ്റ് കണ്ടിന്യൂസ് വരത്തില്ല, വിൽ ബി റീഡിംഗ് ഫ്യൂച്ചർ കണ്ടിന്യൂസ് വരത്തില്ല, ആം റീഡിംഗ്, ഐ ആം റീഡിംഗ്. ഐ ഡാഷ് ഹിം ലേറ്റ്ലി. ടൈം വേർഡ് വന്നിട്ടുണ്ട്, ഏതാണ്? ലേറ്റ്ലി എന്നുള്ളത്. നോട്ട് സീ എന്നുള്ളത് സിമ്പിൾ പാസ്റ്റ്, വിൽ നോട്ട് സീ എന്ന് പറയുന്നത് സിമ്പിൾ ഫ്യൂച്ചർ, ഹാഡ് നോട്ട് സീൻ എന്ന് പറയുന്നത് പാസ്റ്റ് പെർഫെക്റ്റ്, ഹാവ് നോട്ട് സീൻ എന്ന് പറയുന്നത് പ്രസന്റ് പെർഫെക്റ്റ്. ഐ ഹാവ് നോട്ട് സീൻ ഹിം ലേറ്റ്ലി. ഈ അടുത്ത സമയത്തൊന്നും ഞാൻ അവനെ കണ്ടിട്ടില്ല. ദ എർത്ത് ഡാഷ് അറൗണ്ട് ദ സൺ. ഈ സെന്റൻസ് കാണുമ്പോഴേ നമുക്കറിയാം ഇതൊരു യൂണിവേഴ്സൽ ട്രൂത്ത് ആണ്. യൂണിവേഴ്സൽ ട്രൂത്ത് കൊടുക്കുന്നത് എവിടെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്, സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ്. മൂവ്സ് സിമ്പിൾ പ്രസന്റ്, മൂവ്ഡ് സിമ്പിൾ പാസ്റ്റ് വരത്തില്ല, മൂവ് സിമ്പിൾ പ്രസന്റ് വന്നേക്കാം, ഈസ് മൂവിങ് എന്നുള്ളത് പ്രസന്റ് കണ്ടിന്യൂസ് വരത്തില്ല. ഇവിടെ എർത്ത് എന്ന് പറയുന്നത് സിംഗുലർ ആണ്. സിംഗുലർ ആകുമ്പോൾ വെർബ് സിംഗുലറെ വരത്തുള്ളൂ, മൂവ് എന്ന് വരത്തില്ല, മൂവ്സ് ആണ് ആൻസർ. 4 ടെൻസുകളെ കുറിച്ചുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു വീഡിയോ ആയിരുന്നു. അതിന്റെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നതാണ്. ഇനി നമ്മൾ 6ാമത്തെ വീഡിയോ ചെയ്യാൻ പോകുന്നത് പാസ്റ്റിനെ കുറിച്ചുള്ള കാര്യങ്ങളായിരിക്കും.